നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ നഗരസഭാ തെരഞ്ഞെടുപ്പ് അവലോകന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികളോട് 3 ചോദ്യങ്ങൾ, അവയ്ക്കുള്ള ഉത്തരങ്ങൾ. നഗരത്തെയും വാർഡിനെയും എത്ര സൂക്ഷ്മമായി സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അടുത്തറിഞ്ഞിട്ടുണ്ടെന്നും അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും നേരിട്ടറിയാനുള്ള അവസരം മൂവാറ്റുപുഴ ന്യൂസ് ഒരുക്കുന്നു. വാർഡ് 14 രണ്ടാർകര. LDF-ലെ ഹസീന നിസാറും UDF-ലെ ജാസ്മിൻ ഉമ്മറും NDA പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്മിണി നാരായണനുമാണ് ഇവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ലെ അജി മുണ്ടട്ട ജയിച്ച വാർഡാണിത്. ഇക്കുറി വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ആകെ 954 വോട്ടർമാരുള്ള ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള വാർഡുകളിൽ ഒന്നാണിത്. സ്ത്രീ പുരുഷ വോട്ടർമാരുടെ എണ്ണം ഏകദേശം തുല്യം. സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി, എവനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ വീട്ടൂർ ആൻഡ് കബനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. പതിനാലാം വാർഡിലെ ഏറ്റവും വലിയ പ്രശ്നം, അത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ പാവങ്ങൾ താമസിക്കുന്ന ഒരു വാർഡാണ് 14ആം വാർഡ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ കുടിവെള്ളത്തിൻ്റെ പരിപാടി ഇപ്പോൾ അവിടെ ഏകദേശം ആയിട്ടുണ്ട്. എന്നാലും അവിടെ മറ്റുള്ള വികസനങ്ങളുടെ കാര്യങ്ങളിൽ അവിടെ വളരെ പിന്നോക്കമാണ് ഇപ്പോഴും. റോഡുകളാണെങ്കിലും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ. പിന്നെ വീടുകൾ, എല്ലാ കാര്യങ്ങളിലും വീടുകൾ അത്രയ്ക്ക് ഡെവലപ്പ് ആയിട്ടില്ല. എങ്കിലും അതിനകത്ത് വീടുകളില്ലാത്ത പാവങ്ങളും എല്ലാം അതിനകത്ത് താമസിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ അത്രയ്ക്ക് ഡെവലപ്പല്ല. ഈ വാർഡിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ തന്നെയാണ്. മിക്കവാറും റോഡുകളും തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അത് റെഡിയാക്കണം എന്നാണ് ആദ്യത്തെ ആഗ്രഹം. മെയിൻ പ്രശ്നമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അതൊരു 50 വർഷത്തോളമൊക്കെ ആയി കുടിവെള്ളത്തിന് രൂക്ഷമായ പ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പം നമ്മുടെ മുൻ കൗൺസിലർ വന്നതിന് ശേഷം കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വീടുകളിൽ കൂടി അത് എത്തിക്കാനുണ്ട്, അത് ചെയ്യണം. പിന്നെ ഉള്ളത് 2 കുളിക്കടവ് ശോചനീയാവസ്ഥയിലാണ്, അത് റെഡിയാക്കണം. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കുളിക്കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേഷൻ പ്രോജക്റ്റ് റിവർ വാലി പ്രോജക്റ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു നല്ലൊരു കുളിക്കടവ് ഉണ്ടാക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ വെള്ളം പൊങ്ങുന്ന സമയത്തും അവിടെയുള്ളതായ ജനങ്ങൾക്ക് ഇറങ്ങി നിന്ന് ഭംഗിയായ രീതിയിൽ കുളിക്കാൻ തക്കതായ ഒരു സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യുക. പിന്നെ അവിടെ ഒരു ഫുട്ബോൾ കളിക്കുന്നതിനുള്ളതായ ഒരു ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, അത് ഉണ്ടാക്കുക. പിന്നെ അവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു അക്ഷയ കേന്ദ്രം, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി അപ്രൂവോടുകൂടിയ ഒരു അക്ഷയ കേന്ദ്രം അവിടെ പ്രവർത്തിക്കാനായിട്ട് അവിടെ ഒരു വായനശാല പ്രവർത്തിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി ഹാള്. ആ കമ്മ്യൂണിറ്റി ഹാളിനകത്ത് ആ അക്ഷയ കേന്ദ്രം പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം. ഈ വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കും. വഴിവിളക്കുകൾ പ്രവർത്തിക്കാത്തതിനാൽ ഉൾവഴികൾ കുരുട്ടിലാണ്, അതിന് പരിഹാരം ഉണ്ടാകും. പിന്നെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് അനുസരിച്ച് അവരുടെ കൂടെ നിൽക്കും. നമുക്ക് നല്ല ഹൈടെക് ആയിട്ട് കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള സാമഗ്രികളോടുകൂടി AC-യോടുകൂടി എല്ലാ സൗകര്യത്തോടുകൂടിയുള്ള ഒരു അംഗൻവാടി, അത് നമ്മുടെ ഇതിനകത്തുണ്ട്. പിന്നെ ഉള്ളത് ഈ വേസ്റ്റ് നമുക്ക് ഇപ്പം ഹരിതകർമ്മസേന വേസ്റ്റ് കൊണ്ടുപോകണ്ട, പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുപോകണ്ടെങ്കിലും ഫുഡ് വേസ്റ്റ് ഇത് ചെയ്യാനുള്ള ഒരു സംവിധാനം അത് ഏതെങ്കിലും ഒരു രീതിയിലൊന്ന് ആക്കിയെടുക്കണമെന്ന് അങ്ങനെ ഒരു മനസ്സിൽ പ്ലാനുണ്ട്. താഴ്ന്ന നമ്മുടെ കിഴക്കൻ സ്ഥലത്ത് കുറച്ച് വീടുകൾ താഴ്ന്ന സ്ഥലത്തായിരിക്കണേ, അവിടെ പെട്ടെന്ന് ഒരു 2 മഴയൊക്കെ പെയ്യുമ്പോഴത്തേനും വെള്ളം കയറും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അതും മനസ്സിലുണ്ട്. ഈ 25 വർഷത്തിനുള്ളിൽ ഈ മൂവാറ്റുപുഴ നഗരം എന്ന് പറയുന്നത് റോഡുകളുടെ കാര്യങ്ങളിലും മറ്റ് ജനങ്ങളുടെ ജീവിത നിലവാരങ്ങളുടെ കാര്യങ്ങളിലും എല്ലാം തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷൻ എങ്ങനെയാണ്, ആ രീതിയിലുള്ളതായ എല്ലാ രീതിയിലും ശുചിത്വത്തിൻ്റെ കാര്യത്തിലും റോഡുകളുടെ കാര്യങ്ങളിലും മറ്റ് ജനങ്ങളുടെ ജീവിത നിലവാരങ്ങളുടെ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും, സ്കൂളുകളുടെ പ്രവർത്തനങ്ങളിൽ, സ്കൂളുകളുടെ നിലവാരത്തിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മൂവാറ്റുപുഴ നഗരസഭ, ഇന്നത്തെ നഗരസഭ ഒരു കോർപ്പറേഷൻ്റെ
മോഡലിലേക്ക് ആക്കിയെടുക്കുന്നതിന് വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൗൺസിലിനോടൊപ്പം സഹകരിക്കുന്നതിനുള്ളതായ കാര്യമാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. എറണാകുളം തിരുവനന്തപുരം നഗരം പോലെ ട്രാഫിക് ബ്ലോക്കുകളൊന്നുമില്ലാതെ നല്ലൊരു നഗരമായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. മൂവാറ്റുപുഴ മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. എറണാകുളം സ്മാർട്ട് സിറ്റി പോലെ ഒരു മൂവാറ്റുപുഴ അതുപോലെയുള്ളൊരു മൂവാറ്റുപുഴ ജില്ലയാക്കി മാറ്റി എല്ലാ സൗകര്യത്തോടുകൂടിയും, അതായത് ഗതാഗത സൗകര്യം, മറ്റേ ആരോഗ്യപരമായ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, പിന്നെന്താ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത എല്ലാ രീതിയിലും ഹൈടെക്കാക്കി മാറ്റാവുന്നൊരു അങ്ങനെ മാറും എന്നൊരു വിശ്വാസമുണ്ട്. റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമാണ് ഹസീന നിസാർ അടിയന്തര ശ്രദ്ധ വേണ്ട പ്രശ്നമായി കാണുന്നത്. വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതും കുളിക്കടവ് നന്നാക്കലുമാണ് ജാസ്മിന്റെ ശ്രദ്ധയിലുള്ളത്. അമ്മിണി പശ്ചാത്തല സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന നിലപാടിലാണ്. അതിനാവും അവർ മുൻതൂക്കം നൽകുന്നത്. അടുത്ത 5 വർഷങ്ങൾ കൊണ്ട് ഒരു ഹൈടെക് അങ്കണവാടി, താഴ്ന്ന പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറുന്നതിന് പരിഹാരം, ഫുഡ് വേസ്റ്റ് സംസ്കരണത്തിന് പദ്ധതി എന്നിവ ജാസ്മിൻ ആഗ്രഹിക്കുന്നു. റോഡ്, വഴിവിളക്കുകൾ, മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ ഹസീന ഉറപ്പിക്കുന്നു. കുളിക്കടവ് നവീകരണം, വാർഡിൽ ഒരു അക്ഷയ കേന്ദ്രം, മൈതാനം എന്നിവയാണ് അമ്മിണിയുടെ 5 വർഷ അജണ്ട. 25 കൊല്ലങ്ങൾക്ക് ശേഷം മെട്രോ നഗരത്തിന്റെ സൗകര്യങ്ങളെല്ലാമുള്ള ഇടമാകണം മൂവാറ്റുപുഴ എന്നതിൽ 3 പേർക്കും ഒരേ അഭിപ്രായമാണുള്ളത്. ഇത് 14 രണ്ടാർക്കര വാർഡിലെ വിശേഷങ്ങൾ. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വീണ്ടും കാണാം. നന്ദി. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി, എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ വീട്ടൂർ ആൻഡ് കബനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്.